തന്റെ സഹോദരൻ ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വത്തിൽ SFIയെ പ്രതിസ്ഥാനത്ത് നിർത്തി അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും CPIM മുൻ നേതാവുമായ G. സുധാകരൻ കൊലപാതക സാഹചര്യം ഒരുക്കിയത് SFIക്കാരാണെന്നാണ് G. സുധാകരന്റെ ആരോപണം. അമ്പലപ്പുഴയുടെ ചുമതലയുള്ള CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയെയും G. സുധാകരൻ അധിക്ഷേപിച്ചു. G. സുധാകരൻ മറുപടി പോലും അർഹിക്കുന്നില്ലെന്നാണ് CS സുജാതയുടെ മറുപടി. കോൺഗ്രസുമായി കൂട്ടുകൂടിയ G. സുധാകരനെ പലപ്പോഴും പ്രതിരോധത്തിലാക്കിയ പ്രധാന ചോദ്യമായിരുന്നു സഹോദരന്റെ രക്തസാക്ഷിത്വം. 1976 പന്തളം NSS കോളേജിൽ വെച്ചായിരുന്നു G. ഭുവനേശ്വരന്റെ കൊലപാതകം. പ്രതിസ്ഥാനത്ത് KSU. പക്ഷേ സുധാകരന്റെ ഇപ്പോഴത്തെ നിലപാട് ഇതാണ്. ഇറങ്ങിപ്പോയി മോളത്തറയിൽ പ്രിൻസിപ്പലിന്റെ മുറി നടത്തിയ ആരോ സൈക്കിൾ ജനമം പിടിച്ചു. അപ്പൊ കണ്ടുമുട്ടി. അപ്പൊ അക്രമികളായ SFIക്കാർ ഓടി അവന്റെ മുറി പോയി കയറി. പുറകെ അടികൊണ്ട കേസുകാർ വന്നു. ഇവരെന്ത് ചെയ്തു? ഭുവനേശ്വരനെ ഇവിടെ കളഞ്ഞിട്ട് ജനങ്ങൾ തുറന്ന പൈപ്പ് വഴി താഴോട്ട് അവർ രക്ഷപ്പെട്ടത്. ആരെയും SFIക്കാർ വന്നവരെവനെയാണ് കാണുന്നത്. ആ നിമിഷത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയാണ് സംഭവിച്ചത്. കൊലപ്പെടുത്തിയത് ആരെന്ന ചോദ്യത്തിന് കൊലപാതകത്തിന് വഴിയൊരുക്കിയത് SFIയും CPIMും എന്ന് വാദിച്ചു നിൽക്കാനാണ് G. സുധാകരന്റെ ശ്രമം. സുധാകരന്റെ അധപ്പതനമാണ് കാണുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞു. മത്സരിച്ച് 10 വോട്ട് നേടാൻ വേണ്ടിയിട്ട്, കോൺഗ്രസുകാരുടെ വോട്ട് നേടാൻ വേണ്ടിയിട്ട് എന്തും നെറിയിട്ട കാര്യങ്ങളും പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അന്ന് SFIക്കാരാണ് ഇത് ചെയ്തെങ്കിൽ അന്നത്തെ SFIയുടെ നേതാവാരാണ്? ഈ സുധാകരനല്ലേ? ആ സുധാകരനല്ലേ അപ്പൊ SFIയുടെ ക്രിമിനൽ എന്ന് പറയുന്നത്? അമ്പലപ്പുഴയിലെ ചുമതലയുള്ള CS സുജാതയെയും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സുധാകരൻ അധിക്ഷേപിച്ചു. സുജാതയുടെ വീട്ടിലാണ്. അവിടെ സുജാതയുടെ നായന്മാരുടെ വീട്ടിൽ മാത്രമേ കയറൂടെ. നായന്മാരുടെ വീട് നോക്കി കയറുകയാണ്. ഇവരങ്ങോട്ട് ചെന്നാവുന്ന നായന്മാരെല്ലാം ചെയ്യുമെന്നാണ് ധാരണ. മനസ്സിലായില്ലേ? മാനമില്ലേ സുജാതയ്ക്ക്? ആണോ മാനം വേണ്ടേ? സുധാകരന് CS സുജാതയുടെ മറുപടി. ഞാൻ ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ച ആളാണ്. ജാതിയോ മതമോ ഒന്നും നോക്കിയല്ല ജനങ്ങളുടെ ഇടയിൽ പോകുന്നേ. ശുദ്ധ അസംബന്ധം. നായന്മാര് മാത്രം എവിടെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ താമസിക്കുകയാണോ? 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.